ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, പിന്നെ സ്റ്റുഡൻസ്, ഇന്റർ സ്കൂൾ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റേസിന്റെ ഓഫീസറാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഇവിടെ നിന്നും ബന്ദർഘാട്ട്, പീകോക്ക് വാലി, ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ കറങ്ങി വന്ന് ഇവിടം വരെ അവസാനിക്കുന്നു. അങ്ങോട്ട് നോക്കൂ, കഴിഞ്ഞു പോയ 2 വർഷത്തെ ചാമ്പ്യനാണ് വരുന്നത്. മന്ത്രി ഷയാജിത് സാഹിബിന്റെ മകൻ, പിന്നെ പീനൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ സ്റ്റുഡന്റുമായ റോക്കി. എന്നാൽ ഇന്ന് നമ്മുടെ വേദ സ്കൂളിന്റെ ഒരു സ്റ്റുഡന്റുമായി ഈ റോക്കി കഠിനമായി ഏറ്റുമുട്ടേണ്ടി വരും. ദാ വരുന്നു വേദ സ്കൂളിന്റെ ശിവ. ശിവ സൈക്കിൾ ചവിട്ടാൻ മിടുക്കനാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അവനെ തോപ്പിക്കാനാവില്ല. മലമുകളിൽ കൂടിയും അവൻ സൈക്കിൾ ഓടിക്കാറുണ്ട് അത്രേ. ഓൾ ദി ബെസ്റ്റ് റോക്കി. നോക്കിക്കോ, നീയേ ജയിക്കൂ. പക്ഷേ അച്ഛ, ആ ചെറുക്കന് ശിവയുണ്ടല്ലോ, സൈക്കിൾ ചവിട്ടാനായിട്ട് ബഹുമെടുക്കനാ. അവന് തോപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ശരിയാ, ഞാനും അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നീ വിഷമിക്കണ്ട, എനിക്ക് ഈ തോൽവി എന്നൊക്കെ കേട്ടാലേ കലി വരും. ഞാൻ ഒരിക്കലും തോൽക്കാറുമില്ല. ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. എന്റെ മോനും അതുപോലെ ജയിക്കണം. ഞാൻ മുന്നയെയും ബബുലുവിനെയും വരുത്തിച്ചു. മനഃപൂർവ്വം അവരെ റേസിൽ പങ്കെടുപ്പിച്ചു, നിന്റെ സഹായത്തിന് വേണ്ടി. ഓൾ ദി ബെസ്റ്റ് മൈ സൺ. നോക്കിക്കോ, നീ തന്നെ ജയിക്കും. താങ്ക്സ് പപ്പാ. ശിവ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് രേവ. ആദി, ക്യൂടി, നിങ്ങൾ ഒരിക്കലും ശിവയുടെ മുൻപിൽ വരില്ല, പക്ഷേ ഏറ്റവും പുറകിലാവരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് രേവ. മത്സരം തുടങ്ങാൻ സമയമായി സാറേ. ഇപ്പൊ ശരിയാക്കി. അതിയോടി നിങ്ങൾ പുറകെ വന്നാ മതി. കണ്ടില്ല, അവർ ആണി അറിഞ്ഞിരിക്കുന്നത്. അവര് ചീറ്റിംഗ് ചെയ്യാണ്. ഞാൻ മാഗ്നറ്റ് ഓൺ ചെയ്യാം, അപ്പൊ എല്ലാ ആണികളും അതിൽ ഒട്ടിപ്പിടിച്ചോളൂ. നീ ആണി എറിഞ്ഞിട്ട് ശിവയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എന്താ ചെയ്യാ? വേറെന്തെങ്കിലും ഒപ്പിക്ക. നീ സൈക്കിൾ ശ്രദ്ധിക്കേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനിയും ഒരുപാട് ദൂരം ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരെയും സൈക്കിൾ റേസിൽ പങ്കെടുപ്പിക്കാനല്ലല്ലോ വിളിപ്പിച്ചത്, ആ ശിവയെ തോപ്പിക്കാനല്ലേ. എന്താ ഈ കാട്ടുന്നെ? കടല് തിന്നാൻ പോവുകയാണോ നിങ്ങള്? ദാ ശിവ അടുത്തെത്താറായി.
നിന്നോട് സൈക്കിൾ ചവിട്ടാനല്ലേ പറഞ്ഞേ, ബാക്കി കാര്യമൊക്കെ ഞങ്ങൾ നോക്കാതെ പറഞ്ഞതല്ലേ. ഇത് റോക്കിയുടെ കൂട്ടുകാർ വേണമെന്ന് വെച്ച് ചെയ്തതാണ്. എന്തായാലും ലഡ്ഡു സിംഗ് സാർ വരുന്നുണ്ട്, സാർ ഓടിച്ചോളും. ലഡ്ഡു സിംഗ് സാറേ, ഇത് കണ്ടോ? ഈ കുരങ്ങുകള് വഴി തടഞ്ഞു നിർത്തിയിരിക്കുക. ഒന്ന് ഓടിക്കോ. എന്റെ പരിധിയിൽ കുരങ്ങന്മാരോ? ഇവർക്ക് അറിയില്ല ഇത് ലഡ്ഡു സിംഗിന്റെ സ്ഥലമാണെന്ന്. ഐ ഐ ഓട് ഓട് ഓടിക്കോ, മര്യാദയ്ക്ക് ഓടിക്കോ. മാറ് മാറ്, വഴി മാറാൻ. വേണ്ട 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 വേണ്ടത് പറഞ്ഞില്ലേ. സോറി 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 സോറി, ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയാണ്. മതിയായി മതിയായി, ഇനി അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലെന്ന് പറഞ്ഞില്ലേ. വിട് വിട്, എന്റെ മൂക്ക് വിടാൻ. ദിവസേ ഞങ്ങളുടെ നാട്ടില് തൊപ്പി വെക്കാൻ വന്ന ആളുടെ തൊപ്പികളെല്ലാം കുരങ്ങുകളെ തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് അത് ഓടി മരത്തിൽ കയറി. എനിക്കപ്പോഴേ മനസ്സിലായി ഈ കുരങ്ങുകള് മനഃപൂർവ്വം ചെയ്താണെന്ന്. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എന്റെ തൊപ്പി എടുത്ത് ഞാൻ ആ കുരങ്ങന്റെ നേരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് കുരങ്ങുകൾക്ക് ദേഷ്യം വന്നപ്പോഴുണ്ടല്ലോ, അവ ആ തൊപ്പികളെല്ലാം എടുത്ത് എന്റെ നേരെ എറിഞ്ഞു. അങ്ങനെ ആ തൊപ്പിക്കാരന്റെ തൊപ്പികൾ മുഴുവനും തിരിച്ചു കെട്ടി. ആദി, ഇതൊരു പഴയ കഥയാ. ഇവിടെയുള്ള കുരങ്ങുകൾ വരെ കേട്ടുമടുത്തതാ. വെറുതെ പുളുവടിക്കല്ലേ. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്. നമ്മൾ ഡാൻസ് ചെയ്ത് ഇവറ്റകളെ അകറ്റി നിർത്തണം. അത് കണ്ടോ, അവിടെ എന്താ നടക്കണേ നോക്കിയേ. അവൻ ഇനി ഒരിക്കലും എന്നെ പിന്തുടർന്ന് വരില്ലെന്ന് അറിയാം. അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. ശിവയെ കുറിച്ച് ശരിക്കും നിനക്ക് അറിയില്ല. എന്തായാലും ശരി, ഞാനിപ്പോ പോവില്ല. കുരങ്ങന്മാര് ശിവയെ മാന്തുന്നത് എനിക്കൊന്ന് കാണണം. വേഗം പോ നോക്ക്. ഇതുവരെ നിങ്ങളെ കൊണ്ട് ശിവയെ തടുക്കാനായില്ലേ? രണ്ടും മരമണ്ടന്മാരാ. തോൽവി എന്ന് കേട്ടാലേ എനിക്ക് ദേഷ്യം വരും. എല്ലാ കാര്യത്തിലും എന്നും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഒരു കാര്യം നല്ലോണം ഓർത്തോളൂ, ശിവയെ തോൽപ്പിക്കാതെ എന്നെ കാണരുത്. ഞാനുണ്ടല്ലോ, ഒരിക്കൽ പോലും എവിടെയും തോറ്റിട്ടില്ല. ഇത് റോക്കിയുടെ പണിയാണ്. അവൻ മനഃപൂർവ്വം നമ്മളുടെ വഴി തെറ്റിച്ചു. നിങ്ങൾ എന്തിനാ നിന്നത്? പോ, വേഗം പോവാൻ. ചെല്ല്, വേഗം പോ.
അതെ യുഡി, നിങ്ങൾ സൈക്കിളിൽ വേറെ വഴിക്ക് പോ. ഈ വഴിയും അവിടേക്കാണ് എത്തുന്നത്. ഞാൻ ഇവിടെ തന്നെ ഷോർട്ട് കട്ടിൽ പൊക്കോളാം. ശിവ! പോ. നിക്ക നിക്ക നിക്കാൻ. ഏയ് ഇനി ആ ശിവ തോൽക്കുന്നുള്ളത് ഉറപ്പാണ്. എന്റെ മോനെ ഇനി ആർക്കും തോൽപ്പിക്കാനാവില്ല. വണ്ടി എടുക്കണോ? എന്ത്? ശിവ സൂക്ഷിക്കണേ. സൂക്ഷിച്ചേ. അതെന്റെ മോൻ റോക്കിയാണ്. കമോൺ റോക്കി, മോനെ വേഗത കൂട്ടൂ. റോക്കി വേഗം വിടോ. ഇവനെങ്ങനെ എത്തി? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
മുന്നയും തൊപ്പിയും കൂടി ശിവയെ വീഴ്ത്താൻ നോക്കാണ്. ഞാൻ അവരെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യും. അതിന് റോക്കി ഫൗളൊന്നും ചെയ്തില്ലല്ലോ. പിന്നെങ്ങനെയാ നിങ്ങളെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാ? ഞാൻ റോക്കിയുടെ കാര്യമല്ല പറഞ്ഞത്, ആ 2 ചെറുക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവന്മാരെ ബ്ലാക്ക് ലിസ്റ്റിലിടും ഞാൻ. പിന്നെ അവർക്ക് ഒരു മത്സരത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എങ്ങാനും ചെയ്തു പോയാൽ നിങ്ങൾ രണ്ടുപേരും റോക്കിക്ക് വേണ്ടി ചീറ്റിംഗ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. Shiva, come on! ഇപ്പൊ ശരിയാക്കി തരാം. Come on, Rocky! Come on! Yes! എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ശിവ. വഴിയിൽ വെച്ച് അവന്മാര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും എനിക്കറിയാം. ഇതിനൊക്കെ കാരണക്കാരൻ ആ മന്ത്രിയാണ്. പിന്നെ ആ റോക്കിയും അവന്റെ കൂട്ടുകാരും. അവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും. ശിവ, നീ ഈ മത്സരത്തിൽ ഒന്നാമനായി ജയിച്ച് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് നീ രക്ഷിച്ചത്. വി ആർ പ്രൗഡ് ഓഫ് യു. മന്ത്രിയണ്ണോ, നമുക്കൊന്ന് ജയിലിലേക്ക് പോയാലോ? ശിവയുടെ ജീവൻ അപകടപ്പെടുത്താൻ നോക്കിയ കുറ്റത്തിന് വന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിക്കോ. എന്തോന്ന് നോക്കാൻ? ജയിലിലേക്ക് പോയി നോക്കിയാ മതി. എല്ലാത്തിനെയും ശരിയാക്കും.